അപ്പോൾ ഇന്ന് നമ്മൾ 2025 ISC സ്പെസിമെൻ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാർട്ട് 3 ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇവിടെ ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ദ വാല്യൂ ഓഫ് dy by dx. ഓക്കെ, ഇവിടെ y തന്നിരിക്കുന്ന y ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് 1 പ്ലസ് മോഡ് എക്സ് മൈനസ് 4 അറ്റ് എക്സ് ഈക്വൽ ടു 3യിലെ ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. സോ അറ്റ് എക്സ് ഈക്വൽ ടു 3 ഫംഗ്ഷനെ നമുക്കൊന്ന് നോക്കാം. എക്സിന് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ കിട്ടുന്നത് പോസിറ്റീവ് വാല്യൂ ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. സോ നമുക്ക് ഈ y-നെ എങ്ങനെ എഴുതാം? y ക്യാൻ ബി റിട്ടേൺ ആസ്, സോ ആ മോഡുലസ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ അറിയാലോ. എങ്ങനെയാ മോഡുലസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? when x ഗ്രേറ്റർ ദാൻ 0 ആൻഡ് മൈനസ് എക്സ് വെൻ എക്സ് ലെസ് ദാൻ 0 എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ഇതിനെ നമുക്ക് എക്സ് മൈനസ് 1 എന്ന് എഴുതാം. ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് വിച്ച് ഈസ് മൈനസ് ഓഫ് എക്സ് മൈനസ് എക്സ്, സോ മൈനസ് എക്സ് മൈനസ് 4 എന്ന് വരും. സോ വിച്ച് ഈസ് ഈക്വൽ ടു, നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ എക്സ് ക്യാൻസൽ ആയി പോവും. ബാക്കി -1 + 4 ആണുള്ളത്, ദാറ്റ് ഈസ് 3. സോ y ഈക്വൽ ടു 3 എന്നാണ് കിട്ടിയത്. അപ്പോൾ dy by dx എന്ത് വരും? സോ y is a constant, so derivative is equal to 0 അല്ലേ? ക്ലിയർ അല്ലേ? സോ നമ്മുടെ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ദ ഇന്റർസെക്ഷൻ ഓഫ് ടു ഇക്വലൻസ് റിലേഷൻ ഈസ് ഓൾവേസ് ആൻ ഇക്വലൻസ് റിലേഷൻ. നമുക്ക് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഒരു ഇക്വലൻസ് റിലേഷൻ ഞാനൊന്ന് പറയാം. ഇക്വലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു റിലേഷൻ സിമെട്രിക് ആയിരിക്കണം, റിഫ്ലെക്സീവ് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അപ്പം ഞാനൊരു എ എന്ന് പറഞ്ഞ സെറ്റ് 1 2 3 ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു ഇക്വലൻസ് റിലേഷൻ ആണ് എഴുതുന്നത്. 1 1 2 2 and 3 3 and 1 3 3 1. ഓക്കെ, ഇതൊരു ഇക്വലൻസ് റിലേഷൻ ആണോ നോക്കിക്കേ, ചെക്ക് ചെയ്തേ. ഇക്വലൻസ് റിലേഷൻ ആണെങ്കിൽ റിഫ്ലെക്സീവ്, എല്ലാ എലമെന്റ്സും അതിനോട് തന്നെ റിലേറ്റഡ് ആണ്. സോ എ 1 2 3 ആണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് റിഫ്ലെക്സീവ് ആണ്. ഓൾസോ 1 3 ഉണ്ട്, 3 1 ഉണ്ട്, അപ്പം സിമെട്രിക് ആണ്. പിന്നെ 1 3 ഉണ്ടെങ്കിൽ 3 1 ഉണ്ടെങ്കിൽ 1 1 ഉണ്ടായിരിക്കണം. സോ അതുണ്ട്. സോ അത് ട്രാൻസിറ്റീവ് ആണ്. അപ്പൊ ഇതെന്ത് റിലേഷൻ ആണ്? ഇത് ഇക്വലൻസ് ആണ്. ദിസ് ആൻ ഇക്വലൻസ് റിലേഷൻ. ഇനി വേറൊരു റിലേഷൻ കൂടി എടുക്കാം. സെയിം സെറ്റ് 1 1 2 2 3 3 and 1 2 and 2 1. ഓക്കെ, 1 2 and 2 1. ഈ റിലേഷനും എന്താണ്? ഇതും ഒരു ഇക്വലൻസ് റിലേഷൻ ആണ്. കാരണം ബോത്ത് 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇതൊരു ഇക്വലൻസ് റിലേഷൻ ആണ്. സോ നമുക്ക് ഇതിന്റെ ഇന്റർസെക്ഷൻ എടുത്തു നോക്കാം. R1 ഇന്റർസെക്ഷൻ R2 എന്ത് വരും? കോമൺ ആയിട്ട് വരുന്നത് മാത്രം നോക്കുവാണെങ്കിൽ 1 1 2 2 3 3. ഇതൊരു ഇക്വലൻസ് റിലേഷൻ ആണോ എന്ന് നോക്കിക്കേ. ഇത് റിഫ്ലെക്സീവ് ആണ്. ഇവിടെ സിമെട്രിക്കിന്റെ പറയാൻ ഒരു കേസ് പോലും ഇല്ലാത്തതുകൊണ്ട് ഇത് സിമെട്രിക് ആണ്. അല്ലെന്ന് കാണിക്കാൻ നമുക്ക് എക്സാമ്പിൾ ഇല്ല. സോ ഇത് 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? കറക്റ്റ് ആണ്. എന്താണ്? ഇന്റർസെക്ഷൻ ഓഫ് ടു ഇക്വലൻസ് റിലേഷൻ ഈസ് ഓൾവേസ് ആൻ ഇക്വലൻസ് റിലേഷൻ ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യാം. യൂണിയൻ എടുത്തു നോക്കണം. ഈ സെയിം റിലേഷന്റെ തന്നെ നമുക്ക് യൂണിയൻ എടുത്ത് നോക്കാം. അപ്പൊ എന്താ വരുന്നത് നോക്കാവേ. സോ 1 1 2 2 3 3 പിന്നെ 1 3, അതുപോലെ 3 1, പിന്നെ 1 2 and 2 1. ഇവിടെ നോക്കുവാണെങ്കിൽ ഈ റിലേഷൻ സിമെട്രിക് ആണ്. കാരണം എല്ലാ എലമെന്റ്സും അതിനോട് തന്നെ റിലേറ്റഡ് ആണ്. പിന്നെ 1 3 ഉണ്ട്, 3 1 ഉണ്ട്, 1 2 ഉണ്ട്, 2 1 ഉണ്ട്. സോ സിമെട്രിക് ആണ്. ഇനി ഇത് ട്രാൻസിറ്റീവ് ആണോ നോക്കിക്കുക. ട്രാൻസിറ്റീവ് ആണെങ്കിൽ കണ്ടീഷൻ എന്താണ്? എ ബി ഉണ്ടെങ്കിൽ ആൻഡ് ബി സി, എ ബിയും ബി സിയും ബിലോങ്സ് ടു റിലേഷൻ ആണെങ്കിൽ എ സി ഉണ്ടായിരിക്കണം അല്ലേ? ദാറ്റ് ഈസ് ദ കണ്ടീഷൻ. സോ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. ഇപ്പൊ നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ 2 1 2 1 ഈ യൂണിയനകത്തുണ്ട്. 2 1 ആൻഡ് 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 1 3 ഉണ്ട്. 2 1 and 1 3 ബിലോങ്സ് ടു R1 യൂണിയൻ R2. പക്ഷെ ഏതുണ്ടോ? 2 3 ഉണ്ടോ? 2 3 ഈസ് നോട്ട് ബിലോങ്സ് അല്ലേ? 2 3 ഈസ് നോട്ട് ബിലോങ്സ് ടു R1 യൂണിയൻ R2, വിച്ച് മീൻസ് എന്താണ്? യൂണിയൻ എന്ന് പറയുന്നത് എന്തല്ല? ഒരു ഇക്വലൻസ് റിലേഷൻ അല്ല. സോ സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? ഫോൾസ് അല്ലേ? ദ യൂണിയൻ ഓഫ് ടു ഇക്വലൻസ് റിലേഷൻ ഈസ് ഓൾവേസ് ആൻ ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. സോ നമ്മുടെ ഓപ്ഷൻ ഏതാ കറക്റ്റ് ആൻസർ?
സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്, ഒരു മെട്രിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. അവിടെ ഒരു 3x3 മെട്രിക്സിന്റെ കാര്യമാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ എ എന്ന് പറയുന്ന മെട്രിക്സ് ഏത് ഫോമില വരുന്നത്? A11, A12, A13 and A21, A22, A23, then A31, A33, A32, A33 അല്ലേ? ഇങ്ങനെയാണ് മെട്രിക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് കണ്ടീഷൻ നോക്കിക്കേ. Aij പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ഒന്ന് എഴുതി നോക്കാം. Aij കണ്ടീഷൻ തന്നിരിക്കുന്ന 0 if I equal to j ആകുന്ന കേസിൽ 0 ആണ്. 1 if I greater than j. Okay, and -1 if I less than j. ഈ കണ്ടീഷൻ അനുസരിച്ച് ഈ മെട്രിക്സിന് ഐയും ജെയും ഈക്വൽ ആവുന്ന കേസിലെല്ലാം 0യാ. അപ്പൊ ആ ഡയഗണൽ എലമെന്റ്സ് എല്ലാം എന്ത് വരും? 0 വരും. അപ്പൊ ഫസ്റ്റ് എലമെന്റ് 0. പിന്നെ നോക്കിക്കേ ഇവിടെ നോക്കിക്കേ I is less than 2. I ലെസ് ദാൻ ജെ വരുന്ന കേസിൽ -1 ആണ്. സോ സെക്കൻഡ് എലമെന്റ് -1. അടുത്ത എലമെന്റ് -1 തന്നെ. 2 1 വരുന്നിടത്ത് I is greater than j. സോ അവിടെ 1 ആണ് വരുന്നത് അല്ലെ? ഈക്വൽ വരുമ്പോ 0. 2 ലെസ് ദാൻ j. I ലെസ് ദാൻ j വരുമ്പോ -1. ഓക്കെ, അപ്പൊ 3 1 വരുന്നിടത്ത് I greater than j. സോ അവിടെ 1 വരും. 3 2 വരുന്നിടത്ത് 1 വരും. ഇവിടെ 0 വരും. സോ ഇതാണ് നമ്മുടെ ആ പറഞ്ഞ റിക്വയർഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, മെട്രിക്സ് കണ്ടുപിടിച്ചാൽ ക്ലിയർ ആണല്ലോ. തന്ന Aij കണ്ടീഷൻ വെച്ചുകൊണ്ട് നമ്മൾ മെട്രിക്സ് കണ്ടുപിടിച്ചു. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന മെട്രിക്സ് A is നോട്ട് ഇൻവേർട്ടിബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റീസൺ പറഞ്ഞിരിക്കുന്നത് ഡിറ്റർമിനന്റ് ഓഫ് A 0 എന്ന്. അപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ് ഓഫ് A ഒന്ന് കണ്ടുപിടിച്ച് നോക്കിക്കേ, എന്താ കിട്ടുന്നതെന്ന്. ഇതിന്റെ ഡിറ്റർമിനന്റ് ഓഫ് A കണ്ടുപിടിച്ച് നോക്കിയാൽ നമുക്ക് 0 ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ ആ മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണോ? matrix M is not invertible ആയിരിക്കും, matrix A. So which implies A is not invertible. അത് നമ്മൾ കണ്ടീഷനിൽ പഠിക്കുന്ന അല്ലേ, ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ മെട്രിക്സിൽ A is not invertible. സോ അത് ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആൻസറിലേക്ക് നോക്കാം. മെട്രിക്സ് A നോട്ട് ഇൻവേർട്ടിബിൾ, ഡിറ്റർമിനന്റ് ഓഫ് A ഈക്വൽ ടു 0 എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കത് കറക്റ്റ് ആൻസർ ഏതാണെന്ന് ചെക്ക് ചെയ്തേ. Assertion true, reason is true. Assertion, both assertion and reason are true and reason is the correct explanation അല്ലേ? സോ നമ്മുടെ ഓപ്ഷൻ A ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ? സോ പ്രോബബിലിറ്റിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രോബബിലിറ്റി, അവിടെ നമുക്ക് ഒരു P of നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ടു സെറ്റ് ആണ് A and B and P of A given B തന്നിട്ടുണ്ട്. A given B is 0.25 and P of A intersection B. ഇത് P of ആണത് വിട്ടുപോയതാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ല. കാരണം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് P of A intersection ആണ്. അപ്പൊ ഇവിടെ P of A intersection B തന്നിട്ടുണ്ട് 0.12. നമുക്ക് വേണ്ടത് P of A intersection B കോംപ്ലിമെന്റ് ആണ് വേണ്ടത്, which is equal to നമ്മളൊരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്, എന്താണ്? P of A മൈനസ് P of A intersection B ആണ്. സോ നമുക്ക് ഇവിടെ നിന്നും ഈ P of A തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ. സോ ഈ ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആണ്. അതല്ലാതെ ഈ ഒരു തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് P of A given B നിന്ന് നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ? P of A given B is P of A intersection B by P of B ആണ്. സോ നമുക്ക് P of B കിട്ടും, P of A കിട്ടത്തില്ല. സോ P of A തരാത്തോണ്ട് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനായിട്ട് ഇൻകംപ്ലീറ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാം. എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കമന്റിൽ രേഖപ്പെടുത്താം. ഓക്കെ, ബൈ.